അപ്പോൾ ഇതുവരെയും ഞാൻ ട്രൈ ചെയ്യാത്തൊരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു ഷർട്ടിൽ ഹാൻഡ് വർക്ക് ചെയ്യാണ്. ഷർട്ടിൽ റിങ്ങിൽ എന്ത് ചെയ്തിട്ടും നമുക്ക് ഷർട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരുവിധം എന്താണ്ടൊക്കെ കാണിച്ച് വെച്ചിട്ട് അതായത് ഞാനിങ്ങനെ കുത്തും, അതുപോലെ തന്നെ നമ്മുടെ ഷർട്ടിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ പൊന്തി പൊന്തി വരുമായിരുന്നു. പക്ഷേ ഒരുവിധമൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒട്ടും സ്പീഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അധികം വലിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷർട്ടിൻ്റെ മെറ്റീരിയൽ അവിടെ ഇവിടെയൊക്കെ പിഞ്ചി വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അധികം ടൈറ്റ് ചെയ്യാതെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. പക്ഷേ അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടി. പിന്നെ കൂട്ടത്തിൽ നമുക്ക് ബ്ലൗസും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ ബ്ലൗസ് വന്നിട്ട് നമ്മൾ കയ്യിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ബാക്കിലും ഉണ്ട്, നെക്കിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ബ്ലൗസ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഷർട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കണത്. നമ്മൾ ഷുഗർ ബീഡ്സ് കൊടുത്തിട്ട് എൻഡ് ഭാഗം വരുമ്പോഴത്തേക്കിനും ഒരു വലിയ ബീഡും കൂടി കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് തീർത്തേക്കണത്. ഞാൻ കോളറിൻ്റെ സൈഡിൽ ചില ഗ്യാപ്പൊക്കെ വന്ന സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷമാണ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഷർട്ടിൽ ചെയ്തേക്കണത് കേട്ടോ. നമുക്കധികം വലിക്കാനോ ഇതിലിടാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഹെവി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബ്ലൗസ് ഇങ്ങനെയാണ് ചെയ്തേക്കണത്. ബാക്കിനൊക്കെ നമ്മൾ അത്യാവശ്യം സിമ്പിളായിട്ടാണ് ചെയ്തേക്കണത്. പക്ഷേ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലും. നമ്മൾ പാഡഡ് ആയിട്ടുള്ള ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്തേക്കണത്. ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് വരണത്. ഹാങ്ങിങ്സ് സ്ലീവിലും ഉണ്ട്. സ്ലീവിൽ ഞാൻ ചെറുതായിട്ടാണ് കേട്ടോ ഹാങ്ങിങ്സ് കൊടുത്തേക്കുന്നത്. കാരണം ബ്ലൗസിൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിനുണ്ടായിരുന്ന ബാക്കിയുള്ള ബ്ലൗസുകളൊക്കെയാണ് ഇത്. ഇതൊക്കെ പ്രിൻസസ് കട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പാഡഡ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബ്ലൗസ്. ഇതൊക്കെ ഞാൻ തയ്ച്ച് ഹെം ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഇന്നലെ തന്നെ നമ്മുടെ കുട്ടി വന്നിട്ട് ഇതൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇട്ട് നോക്കി നമുക്ക് ഓൾട്ടർ ചെയ്യാനുള്ളതൊക്കെ ഓൾട്ടർ ചെയ്ത് തേച്ച് മടക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ പുള്ളിക്കാരത്തിയുടെ ലെഹങ്കയുടെ ഷോളിന് തീരെ ലെങ്ത്ത് കുറവായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് സെയിം കളറ് നെറ്റ് മേടിച്ചിട്ട് നമ്മൾ സൈഡിൽ ലേസ് വെച്ചിട്ട് അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഉള്ളൊരു ബ്ലൗസാണ് കേട്ടോ. സെറ്റും മുണ്ടിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തേക്കണതാണ്. അപ്പോൾ നമ്മൾ ആ നെറ്റും കൂടി ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരം വന്ന് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.